വിവിധ മേഖലകളിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2026 മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം മെയ് മാസം 26 ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന 26 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 7.5 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം 200 മുതൽ 500 രൂപ വരെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിത വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന വിഹിതങ്ങളുടെ വിതരണം പൂർത്തിയായതിനു ശേഷം കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക. പഴയ സർക്കാർ കേന്ദ്രവിഹിത വിതരണത്തിലേക്കായുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കാറായിരുന്നു പതിവ്. നിലവിലുള്ള ധനവകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം 1070 കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്രവിഹിത വിതരണത്തിനുള്ള തുക എത്രയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിത വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇതോടൊപ്പം തന്നെ വിതരണം തൊട്ടടുത്ത ദിവസം മുതൽ ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. 24.47 ലക്ഷത്തോളം വരുന്ന കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണം 2026 മെയ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ, വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർ എന്നിവർ നിലവിൽ തുക മുടങ്ങിയിട്ടുള്ളത്. പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് വെള്ളിയാഴ്ച മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നു തുടങ്ങും. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം, മാനദണ്ഡം, ക്രമീകരണം എന്നിവയെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നു തുടങ്ങിയിട്ടില്ല. ഇവർക്കുള്ള വിതരണവും വെള്ളിയാഴ്ച മുതൽ സജീവമാകും. ക്ഷേമ പെൻഷൻ, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച 1800 കോടി രൂപയുടെ കടപ്പത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബർ പോർട്ടൽ വഴി നടത്തിയിരിക്കുകയാണ്. ഈ തുക കൂടി എത്തിച്ചേർന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ വിതരണം സജീവമാകും. പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും ഗുണഭോക്താക്കളുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പെൻഷൻ തുക വൈകുന്നതിന് കാരണമായിരിക്കുന്നത്. അത് മാത്രവുമല്ല, സേവനയുടെ വെബ്സൈറ്റിൽ നിന്ന് ഗുണഭോക്താക്കളുടെ എണ്ണവും ലിസ്റ്റുമൊക്കെ അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെ ക്രമീകരിച്ച് വേണം പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കാൻ. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനമായതുകൊണ്ട് തന്നെ പെൻഷൻ തുക വിതരണം ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേന്ദ്രവിഹിതം കേന്ദ്രം അനുവദിക്കാറില്ല. കേന്ദ്രവിഹിതം കൂടി സംസ്ഥാന സർക്കാർ നൽകണമെന്നുള്ള നിലപാടിലാണ് കേന്ദ്രം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് എല്ലാ മാസവും സംസ്ഥാന സർക്കാർ തുക അനുവദിക്കാറുള്ളത്. 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം രണ്ടാം ഘട്ടമായി ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. മറ്റൊരു പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം കൂടി ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ മാസത്തിലെ കുടിശ്ശിക കൂടി ചേർത്ത് 2 ഗഡുക്കളാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമായ ഈ പദ്ധതി അത് തടസ്സമില്ലാതെ വരും ദിവസങ്ങളിലും തുടരുന്നതാണ്. നിലവിൽ 16 ലക്ഷത്തിലധികം ആളുകളാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ളവർ. ഭാവിയിൽ 30 ലക്ഷത്തിലധികം ആളുകളിലേക്ക് ഈ പദ്ധതി എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനക്ഷേമപരമായ ഇത്തരം പദ്ധതികൾ പുതിയ സർക്കാരും തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു തടസ്സവും കൂടാതെ സ്ത്രീ ഗുണഭോക്താക്കളിലേക്ക് ഈ പെൻഷൻ തുകയും എത്തിച്ചേരും. ഇതുവരെയും അപേക്ഷ വെച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം BPL വിഭാഗത്തിൽപ്പെടുന്ന 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും APL വിഭാഗത്തിലുള്ളവർക്ക് കൂടി ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുക്കുന്നതിനെക്കുറിച്ചുമുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. വരുന്നയാഴ്ചയോടുകൂടി സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ മുടങ്ങിയ ഗഡുവിന്റെ അടക്കം വിതരണം ആരംഭിക്കുന്നതാണ്. 2 മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനത്തിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിലും ഗുണഭോക്താക്കൾക്ക് 4000 രൂപ വരെയാണ് പരമാവധി ഈ മാസം എത്തിച്ചേരുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഉദ്യോഗസ്ഥർ നൽകുന്ന മുറയ്ക്ക് അറിയിപ്പ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.